ഇന്ത്യ US വ്യാപാര കരാറിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം ഇന്നുണ്ടായില്ല. കരാറിലൂടെ രാജ്യത്തെ കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ലോക്സഭയെ അറിയിച്ചു. സഭാസ്തംഭനം ഒഴിവാക്കാൻ സർക്കാർ തലത്തിൽ തിരക്കിട്ട ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. പാർലമെന്റിനെയും രാജ്യത്തെയും ഇരുട്ടിൽ നിർത്തിയാണ് US-മായി വ്യാപാര കരാറിൽ ധാരണയിൽ എത്തിയതെന്ന് ആരോപിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധം ലോക്സഭയിൽ ആദ്യ നിമിഷം മുതൽ ഉയർന്നു. मेरी माननीय सदस्यों से अपेक्षा है कि वो प्रश्नकाल के अंदर माननीय सदस्यों को बोलने दें. आप सदन नहीं चलने देना चाहते. കർഷകരുടെയും ക്ഷീരകർഷകരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും ഇന്ത്യയുടെ ആശങ്കകൾ പരിഗണിച്ചാണ് കരാർ സംബന്ധിച്ച് ധാരണയിൽ എത്തിയതെന്നും പീയൂഷ് ഗോയൽ. भारतीय पक्ष अपने संवेदनशील क्षेत्रों विशेषकर कृषि और दुग्ध क्षेत्रों के हितों की रक्षा सुनिश्चित करने में सफल रहा है. ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. മോദി കോംപ്രമൈസ്ഡ് എന്നെഴുതിയ പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. अपनी इलाके से छोड़कर उस जगह जाकर मर्यादाओं को तोड़ोगे. കരസേനാ മുൻ മേധാവി ജനറൽ MM നരവാനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിന്റെ പകർപ്പുമായാണ് രാഹുൽ ഗാന്ധി ഇന്ന് സഭയിലെത്തിയത്. ഇതിന് മറുപടിയായി BJP അംഗം നിഷികാന്ത് ദുബൈ നെഹ്റു കുടുംബാംഗങ്ങൾക്കെതിരായ പുസ്തകങ്ങൾ സഭയിൽ ഉയർത്തിക്കാട്ടി. കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ചെയറിന് നേരെ പേപ്പറുകൾ കീറിയെറിഞ്ഞു. 5 മണിക്ക് പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം നിശ്ചയിച്ചിരുന്നെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ സഭ നാളെ 11 മണി വരെ പിരിഞ്ഞു. പിന്നാലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. സ്പീക്കർ ഓം ബിർളയുമായും അമിത്ഷാ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.